വയസ്സ് 89. പ്രായത്തിന്റെ നല്ലൊരു ഭാഗവും പെൺമുന്നേറ്റത്തിന്റെ പോരാട്ടമായിരുന്നു. 1949 മലപ്പുറത്തെ മുസ്ലിം പെണ്ണ് 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ പോയതു മുതൽ സ്കൂളിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കല്ലൂകടവുണ്ട്. ആ കടവത്ത് ബോട്ടിന് വന്നിട്ട് പൊന്നാനിയിൽ നിന്ന് വഞ്ചിക്ക് വരും. അങ്ങനെയായിരുന്നു യാത്ര. പിന്നീട് ടീച്ചറായി പുന്നിയൂർക്കുളത്തെ സ്കൂളിലേക്ക് പോകുമ്പോൾ പരിഹസിച്ചു. 1961 ബ്ലോക്ക് അഡ്വൈസറി കമ്മിറ്റി മെമ്പറായി. വിദ്യാഭ്യാസം നൽകാൻ വള്ളത്തിൽ കയറ്റി കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ പലരും അടക്കം പറഞ്ഞു ചിരിച്ചു. അന്ന് നമ്മുടെ സമുദായത്തിൽ, മുസ്ലിം സമുദായത്തിൽ സ്ത്രീകളാരും അങ്ങനെ പുറത്തിറങ്ങി പോകാത്തൊരു കാലഘട്ടം. ആ കാലത്ത് നമ്മളിങ്ങനെ ഇറങ്ങി പഞ്ചായത്ത് മുഖേന നടന്ന് മീറ്റിംഗ് വിളിച്ച് പൊതുരംഗങ്ങളിൽ സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് എതിർപ്പൊക്കെ ഉണ്ടായി. പൊതുരംഗങ്ങളിലൊക്കെ നമ്മൾ നിന്നിട്ട് വായ വിളിച്ച് രണ്ട് വർത്താനമൊക്കെ പറയുമ്പോൾ രാമറിയില്ലാത്ത പെണ്ണ് ഈ മുസ്ലിം സ്ഥാനം പൊളിക്കാൻ വേണ്ടി കയറ്റി കൂട്ടി ഇറങ്ങിക്കുക എന്നൊക്കെയുള്ള ആ ഒരു നമ്മുടെ ജീവിതത്തിന് പറ്റത്ത സംസാരങ്ങളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. ഏതായാലും ഒരു പഞ്ചായത്തിൻ്റെ സ്ഥാനം ഏറ്റിരിക്കുകയാണ്, അത് നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നുള്ളവർക്ക് ഇതൊന്നും ഞാൻ അത്ര ഗൗനിച്ചില്ല. 30ാം വയസ്സിൽ ഭർത്താവ് വേർപെട്ടപ്പോഴും 2 പെൺകുഞ്ഞുങ്ങളുമായി തനിച്ചായ ജീവിതം സഹതാപത്തിനിരയായില്ല. ആയിഷക്കുട്ടി ടീച്ചർ കൂടുതൽ ഊർജ്ജസ്വലയായി. കോൺഗ്രസിന് വേണ്ടിയുള്ള പ്രവർത്തനം, സംവരണം പോലുമില്ലാത്ത കാലത്ത് 1979 പെണ്ണിനെ നന്നമുക്കുകാർ ആദ്യ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. പെണ്ണിനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്ന പുച്ഛവാക്കുകൾക്ക് കടുത്ത മറുപടിയായിരുന്നു ആയിഷക്കുട്ടിയുടെ പൊതുപ്രവർത്തനം. പെണ്ണായതുകൊണ്ട് ഒന്നും നടക്കില്ല എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ ഏറ്റവും കൂടുതൽ നടന്നതും ഏറ്റവും നല്ല വികസനം ഉണ്ടായതൊക്കെ ആ കാലഘട്ടത്തിലാണ്. 2 തവണ പ്രസിഡന്റായി. പിന്നീട് ആരോഗ്യ കാരണങ്ങളാൽ രാഷ്ട്രീയ രംഗം വിട്ടു. എങ്കിലും സ്ത്രീ മുന്നേറ്റത്തിനായി ഇന്നും സജീവമാണ്. എനിക്കധികം ഈ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കാനാണ് ഇഷ്ടം. ഇപ്പോൾ സ്ത്രീകൾക്കൊക്കെ വല്ല ഫോം എഴുതി കൊടുക്കുക, വല്ല പെൻഷനൊക്കെ വാങ്ങിക്കൊടുക്കുക, പിന്നെ അവരുടെ കാര്യമായിട്ട് കലക്ടർ കാണാൻ പോവുക, അങ്ങണ്ട്. അപ്പോൾ ഈ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടാവില്ല, ഒരു ഉന്മേഷം ഉണ്ടാവും. ഇന്നത്തെ തെരഞ്ഞെടുപ്പുകളിലും സ്ത്രീ മത്സരിക്കുന്നത് സംവരണമെന്ന നിർബന്ധത്താൽ മാത്രമാണ്. ഏത് കമ്മിറ്റിയിൽ ഇപ്പോൾ ഒരു പെണ്ണ് നിർബന്ധം വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് പെണ്ണുങ്ങൾക്ക് സീറ്റ് കൊടുക്കുന്നത്. അവർ കൊടുക്കില്ല. ഇപ്പം മറ്റേത് കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ ഒരു വനിത വേണമല്ലോ, അപ്പോൾ അതുകൊണ്ട് വനിതേനെ എടുക്കുക. ആയിഷക്കുട്ടിയുടെ ജീവിതം ഒരു പാഠപുസ്തകമാണ്. മടിപിടിച്ച് പിറകിലേക്ക് വലിയുന്ന പലർക്കുമുള്ള പാഠപുസ്തകം. മാറേണ്ടത് പെണ്ണുങ്ങളായ നമ്മളാണ്. ലിംഗവിവേചനത്തിന്റെ കാര്യത്തിൽ കാലം അധികമൊന്നും മുന്നോട്ടു പോയിട്ടില്ല. ഇപ്പോഴും സ്ത്രീ പലതരത്തിൽ പ്രത്യക്ഷമായും പരോക്ഷമായും വിവേചനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ വൈശാഖിനൊപ്പം ഷമീമ സലാം, മാതൃഭൂമി ന്യൂസ്.